ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഇസ്ലാം മതരക്ഷകനും ദൈവപ്രതിനിധിയുമായ തുർക്കി സുൽത്താനെതിരായി ഇന്ത്യയിലെ മുഹമ്മദീയർ ബ്രിട്ടീഷ് പക്ഷത്ത് ചേർന്നത് മുഹമ്മദീയരുടെ പുണ്യസ്ഥലങ്ങൾക്ക് യാതൊരു ഹാനിയും വരുത്തുകയില്ലെന്ന ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ വാഗ്ദത്തം വിശ്വസിച്ചായിരുന്നു. എന്നാൽ യുദ്ധം ജയിച്ചപ്പോൾ ഇംഗ്ലീഷുകാർ ഈ വാഗ്ദത്തം മറന്നു. തുർക്കി സാമ്രാജ്യം സഖ്യകക്ഷികൾ ഭാഗിച്ചെടുത്തു. സുൽത്താനെ അപമാനിച്ചു. ഖലീഫയുടെ പദവി നഷ്ടപ്പെടുത്തി. ഇത് മുസ്ലിം ജനതയെ ആകമാനം വേദനിപ്പിച്ചു. ഖിലാഫത്തിന്റെ ഉദ്ഗ്രഥനത്തിനും ജസ്റത്ത് അൽ അറബിന്റെയും മറ്റ് പുണ്യസ്ഥലങ്ങളുടെയും പരിപാവനത പുനഃസ്ഥാപിക്കാനും അവർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനിറങ്ങി. ഈ ധർമ്മയുദ്ധത്തിൽ മുസ്ലിങ്ങളോടൊത്ത് പൊതുശത്രുവിനെ നേരിടാൻ ഹിന്ദുക്കളോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തു. കോൺഗ്രസും ഖിലാഫത്തും സഹകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ നാടിളകി. അതിന്റെ അലകൾ കേരളത്തിൽ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലാണ് കൂടുതൽ ശക്തിയായി ആഞ്ഞടിച്ചത്. ഈ ബഹുജന മുന്നേറ്റത്തെ ക്രൂരമായി അടിച്ചമർത്താൻ വെള്ളക്കാർ നാട്ടുകാർക്കെതിരെ പട്ടാളത്തെയും പോലീസ് സംഘത്തെയും നിയോഗിച്ചു. അല്ല, നിങ്ങൾ എല്ലാരും കൂടി എങ്ങോട്ടാണ്? KK പള്ളിയിലേക്ക് പോലീസ് പോയിക്കണ. എങ്ങോട്ട്? ഇത് പള്ളിത്തൊടിയാണ്. ഇങ്ങക്കെന്താ ഇവിടെ കാര്യം? ലവക്കുട്ടി, സാറിന് എന്താ വേണ്ടിയത്? കട്ലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരല്ലേ നിങ്ങൾ? ഖിലാഫത്ത് പ്രവർത്തകൻ തന്നെ. അനാവശ്യമായി ഇവറ്റകളോട് കുഴപ്പമുണ്ടാക്കരുതെന്ന് പറയൂ. ഞാൻ വന്നത് ആലി മുസ്ലിയാരെ കാണാനാണ്. എന്തിന്? അന്നെ അറിയിക്കേണ്ട കാര്യമില്ല. നമ്മളെ സമ്മതമില്ലാതെ ഇങ്ങക്ക് തങ്ങളുപ്പയെ കാണാൻ ഒക്കില്ല. വേറെ വല്ല വിചാരം ഉണ്ടെങ്കിൽ ഈ ദേശത്തെ മാപ്പിളമാരെ മയ്യത്തെടുത്തിട്ട് മതി. ലവക്കുട്ടി, കാര്യമില്ലാതെ തർക്കിക്കണ്ട. പോലീസല്ല, പട്ടാളം തന്നെ വന്നാലും ഒളിച്ചിരിക്കുന്ന ആളല്ല ആലി മുസ്ലിയാർ. ഡെപ്യൂട്ടി സൂപ്രണ്ട് വന്നിട്ടുണ്ടെന്ന് ജോയി പറ. സാറ് വരണം. നിങ്ങളല്ല എങ്ങോട്ടേക്കാ? കാര്യം അറിയാണ്ട് നമ്മൾ പോവില്ല. സാറിരിക്കും. മുസ്ലിയാർ വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ തക്ബീർ മുഴക്കി എന്തിന്റെ പുറപ്പാടാണ്? പോലീസ് അധികാരിയുടെ വേഷത്തിലാണെങ്കിലും ആമു സാഹിബ് എന്റെ സ്നേഹിതനാണ്. അദ്ദേഹത്തിന് എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, കേൾക്കേണ്ട കാര്യമില്ല. പൊക്കോളീൻ, പിരിഞ്ഞു പോകാൻ. എന്താ ആമു സാഹിബെ വിശേഷം? ജില്ലാ കലക്ടറുടെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് നേരിട്ട് നടത്താനാണ് ഞാൻ വന്നത്. എന്ത് കാര്യത്തിനാ നോട്ടീസ്? ഏർനാട്ടിലെ ഖിലാഫത്ത് സഭയുടെ നേതാവല്ലേ നിങ്ങൾ? അതൊരു കുറ്റമാണ്. ഗാന്ധിയുടെ സഹകരണ ത്യാഗമാണ് ഖിലാഫത്ത്. നിങ്ങൾ സംസാരിക്കരുത്.
ഗാന്ധിയുടെ കാര്യമല്ല, ആലി മുസ്ലിയാർ ചെയ്ത കുറ്റങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തിരൂരങ്ങാടി വലിയ മൈതാനത്തിന്റെ തെക്ക് ഭാഗത്ത് മുസ്ലിയാർ പോയി നിസ്കരിക്കാറില്ലേ? ഉണ്ട്. ഹസ്രത്ത് മമ്രം സെയ്തലവി തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചേരൂർ സമര രക്തസാക്ഷികളെ സംസ്കരിച്ച സ്ഥലമാണത്. ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ ആർക്കാ ദോഷം? സർക്കാർ അത് നിരോധിച്ചതാണ്. രാജാവിനെതിരായി യുദ്ധം ചെയ്യാൻ നിങ്ങൾ ഇതുപോലെ വാളും കത്തിയും ധരിച്ച വളണ്ടിയർമാരെ ചേർക്കുന്നില്ലേ? ഈ ദേശത്തെ മാപ്പിളമാരുടെ അരയില് അരഞ്ഞാത്തിരടില്ലെങ്കിലും കത്തി കാണും. യുദ്ധത്തിനല്ല, അടയ്ക്കാതെ രണ്ടാനും പാടത്തും പറമ്പിലും അടിക്കാട് വിട്ടാനും അവന്റെ പണിയായുധം അല്ല. മാപ്പിള ഔട്ട്റേജസ് ആക്ട് 7-ാം വകുപ്പ് പ്രകാരം അത്തരം മാരകായുധം കൊണ്ട് നടക്കുന്നത് കുറ്റമാണ്. താടിയും മുടിയും വടിക്കാൻ നടക്കുന്ന ഒസാന്റെ കയ്യിലുണ്ടല്ലോ കത്തി. ബ്രിട്ടീഷ് രാജാവിന്റെ തല വെട്ടാനാണെന്ന് നിങ്ങൾ പറയുമോ? മുസ്ലിയാർ, നിങ്ങൾ ഈ നോട്ടീസ് വാങ്ങുന്നോ? കളക്ടറെ കൽപ്പന എന്താണെന്ന് അറിയണം. നിലവി, അല്ലാതെ തങ്ങളുപ്പാപ്പ ഇത് വാങ്ങണ്ട. വിരോധമില്ലെങ്കിൽ അതൊന്ന് വായിച്ചു കൊടുക്കണം. നാട്ടിൽ സമാധാന ലംഘനം സൃഷ്ടിക്കാൻ ഖിലാഫത്ത് സഭകൾ വിളിച്ചു കൂട്ടുന്നതും അത്തരം സഭകളിൽ പ്രസംഗിക്കുന്നതും വിലക്കിക്കൊണ്ട് താഴെ പറയുന്ന കക്ഷികൾക്ക് ജില്ലാ കലക്ടർ ബഹുമാനപ്പെട്ട EF തോമസ് അവർകൾ പുറപ്പെടുവിക്കുന്ന കൽപ്പന. കക്ഷികൾ ഖിലാഫത്ത് നേതാക്കളായ 1 വള്ളുവമ്പുറം ആലി മുസ്ലിയാർ, നെല്ലിക്കുന്ന് ദേശം എരിക്കുന്നം പാലത്ത് മൂലയിൽ കുഞ്ഞുമൊയ്തീൻ മകൻ. 2 ടി മുസ്ലിയാരുടെ ബന്ധുവും ശിഷ്യനും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി, പാരമ്പര്യമായി ലഹളയിൽ പങ്കെടുത്ത ഒരു കുടുംബത്തിലെ അംഗം. 3-4 പേർ വക്കീൽ പണി ഉപേക്ഷിച്ച കോൺഗ്രസുകാരാണ്. MP നാരായണ മേനോൻ, K മാധവൻ നായർ. മതി, ഞാനിത് വാങ്ങാം. നാരായണ മേനോനും മാധവൻ നായരും വാങ്ങും. പക്ഷേ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാദിയുടെ മുന്നിലേക്ക് നിങ്ങൾ ഇത് കൊണ്ടുപോയാൽ ഒരു പക്ഷേ... എന്താ, എന്നെ അവൻ കൊല്ലുമോ? അളമുട്ടിയാൽ ചേരയും കടിക്കും സാർ. വെള്ളക്കാരന്റെ സർക്കാർ അയാളുടെ കുടുംബത്തോട് കാണിച്ച കടുങ്കൈ നിങ്ങൾക്കറിയില്ലേ? പാപ്പ മൊയ്തീൻകുട്ടി ഹാജിയെ അന്തമാനിലേക്ക് നാടുകടത്തി, മകനെ മക്കയിലേക്ക്. തിരിച്ചു വന്ന ഹാജിയെ ഇനിയും നിങ്ങൾ ഉപദ്രവിച്ചാൽ... മുസ്ലിയാർ, നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ? കുഴപ്പം വേണ്ടെന്ന് വെച്ച് പറയാൻ. ആ നോട്ടീസ് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ കൊടുത്തോളാം. നോട്ടീസ് ഇന്ന് തന്നെ നടത്തണം. എനിക്കതേ വേണ്ടൂ. ലവക്കുട്ടി, ഓ, തക്കുന്നശ്ശേരിക്ക് ഒരാളെ അയക്കണം, ഇപ്പൊ തന്നെ. ശരി. തങ്ങളുപ്പാപ്പ, ഭാര്യയും കുഞ്ഞമ്മദാജി വന്നേക്കണം. വരാൻ പറ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഇരിക്കേ. ഞാൻ ഹാജിയാരെ വിളിപ്പിച്ചതിന്റെ കാര്യം വന്നാള് പറഞ്ഞു. പക്ഷേ ഈ പോക്ക് എവിടേക്കാണ്? ജനിച്ച മണ്ണിൽ നമ്മൾ വീണ്ടും കാലെടുത്ത് കുത്തിയത് ചിലതെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ്. ഞമ്മളോടും നമ്മുടെ ബാപ്പോടും നെറുകേട് കാണിച്ചവരെ വെട്ടി നോക്കാൻ. പക്ഷങ്ങളത് തടഞ്ഞ് 10 കൊല്ലായിട്ട് നമ്മൾ എരിഞ്ഞടങ്ങാണ്. ഇപ്പോ നെല്ലിക്കുന്നത്ത് തോക്കുണ്ടാക്കാനും നിലമ്പൂരിലെ വെടിമരുന്ന് ശേഖരിക്കാൻ. ഇങ്ങനെ ചാണത്തിലെ പുഴുവിനെ പോലെ കയ്യിനേക്കാളും ഭേദം ഉണ്ണിമൂസ മൂപ്പനും അത്തംകുരുക്കളും ഹൈദ്രോസും ചെമ്പപ്പോക്കനും കാണിച്ചെന്ന ബൈയില്ലേ, ശത്രുവിനോട് പടപെട്ടി മരിക്ക. അല്ല ഹാജിയാരെ, നമ്മുടെ ദേശീയ നേതാക്കന്മാര് ഗാന്ധിയും ഷൗക്കത്തലിയും 500 ഇസ്ലാം മത പണ്ഡിതന്മാരും ഒപ്പുവെച്ച ഫത്വയിൽ പറഞ്ഞ വഴി തർക്കുൽ മുവാലത്ത്, നിസ്സഹകരണമാണ്, ത്യാഗം, സഹനം. അതിനൊന്നും ഞമ്മളെ കിട്ടൂല. ഈ നേതാക്കന്മാരെ നമുക്കറിയൂല. ഞമ്മളെ ഓത്ത് ചൊല്ലിച്ചതും സർഹും നഹവും പഠിപ്പിച്ചതും നിങ്ങളാണ്. ഇനിയും ഓതി തന്ന നമ്മൾ കേൾക്കാം. കളക്ടർ സാഹിബ് തോമസിന്റെ കൽപ്പനയല്ല, ആലി മുസ്ലിയാരെ നമ്മൾ അനുസരിക്കാം. ഇൻഷാ അല്ലാഹ്. പോത്തുവണ്ടിക്കാരനല്ലേ, കൂട്ടത്തിലൊരു പോത്തായി നമ്മൾ കഴിഞ്ഞോളാം. ഒരേ ഹാജിയാരെ, ഒരു കാലത്ത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തിരിയും. അന്ന് നിങ്ങൾ നമ്മളെ വിളിപ്പിക്കും.
അമ്മാവ, നിലമ്പൂർ കോലകത്തെ കാര്യസ്ഥന്മാരിൽ മാപ്പിളാരെ മുഴുവൻ മാറ്റാത്രേ. ഓ കുട്ടിരാമനുള്ള സ്ഥിതിക്ക് ഇവിടെ നമ്മുടെ ബീരാനെ മാറ്റില്ല. അവന്റെ മകനാ സംഘത്തിൽപ്പെട്ടതാ ഖിലാഫത്തില്. തനിക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? രാധ നേരത്തെ എത്തിയല്ലേ? കയറിയിരിക്കൂ. यमुना तीरे धीर समीरे यमुना तीरे. വല്യമേ, രാധയെടുത്തി ഇരിക്കോ അവിടെ? അറിയില്ലേ, തൊട്ട് നിറുകയിൽ വെച്ചിട്ട് വേണം എണ്ണീക്കാൻ, ഇല്ലെങ്കിൽ സരസ്വതി നിന്നേ ആവും. എന്താ? അല്ലച്ച, രാധയെടുത്തി വന്നപ്പോ ഞാൻ രാധയുടെ കാര്യം ഇവിടെ കുഞ്ഞൂട്ടൻ പറഞ്ഞു. നീയും അപ്പുണ്ണിയായിട്ട് എന്താ വഴക്ക്? സ്വത്ത് തർക്കം തന്നെ. അതൊന്ന് ഒത്തീർപ്പാക്കാനാ രണ്ടുപേരോടും വരാൻ പറഞ്ഞത്. അപ്പുണ്ണി വന്നിട്ടുണ്ട്. വക്കീൽ മഞ്ചേരി രാമയ്യരാണ് കൂടെ. സ്വാമി വന്നത് വാദിക്കാനാണോ? എങ്കിൽ ഞാനില്ല. വേണം, എല്ലാം ഇവിടെ വെച്ചെന്ന് തീരണം. ഇളയച്ചനോട് കേസ് കൂടി തമ്മി തല്ലി നശിച്ചിട്ട് ആർക്കാ ലാഭം? അല്ലെങ്കിൽ തന്നെ ഈ പിണക്കത്തിന് എന്താ കാര്യം? ഞാൻ കുടിയാൻ സംഘത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കും ഇളയച്ചൻ എന്നോട് ദേഷ്യം. ആ പക തീർക്കാൻ വീടും പറമ്പും തറവാട്ട് സ്വത്താണെന്നും പറഞ്ഞ് കയ്യേറാൻ ആളെ വിട്ടു. എനിക്ക് സംരക്ഷണം വേണം. അതിന് കോടതിയല്ലാതെ. വേറെ അച്ഛന്റെ സ്വകാര്യ സ്വത്തുക്കൾ ആവശ്യപ്പെട്ടോ? ഓ, കേസിന്റെ ബലത്തിന്, അല്ലാതെ സ്വത്ത് മോഹിച്ചല്ല. മോഹിച്ചാലും അവക്ക് കിട്ടില്ല. ജ്യേഷ്ഠന്റെ മകളാണേലും നാനാജാതിക്കാരെ തീണ്ടിയും തൊട്ട് മീറ്റിംഗും പ്രസംഗവുമായിട്ട് നടക്കുന്ന അവളെ തറവാട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് ഞാൻ വാദിക്കും. നിങ്ങളെ വക്കീല് മഞ്ചേരി രാമയ്യൻ എങ്ങനെ വാദിക്കുവോ? ആനി ബസന്റെ ഹോം റൂളും പറഞ്ഞ് സാമിയല്ലേ അവളെയൊക്കെ ഇറക്കിയത് മുമ്പ്. ഇപ്പൊ ഞാൻ അതിലില്ല. അപ്പോ മദാമയുടെ ശിഷ്യത്വം ഉപേക്ഷിച്ചോ? മരണം വരെ വിടില്ല. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബ്രിട്ടനെ മുട്ടുകുത്തിക്കാൻ സമരം ചെയ്ത് ജയിലിൽ പോയവരാണ് അരണ്ടേലും വാടിയായും. അന്ന് ഈ ഗാന്ധിയും കൂട്ടരും യുദ്ധഫണ്ട് പിരിക്കാനും പട്ടാളത്തിൽ ആളെ ചേർക്കാനും നടന്നു. എന്നിട്ട് എന്തായി? മദാമ പറഞ്ഞ പോലെ വെള്ളക്കാരൻ ചതിച്ചില്ലേ? ഇനി ഖിലാഫത്ത് വിളിച്ച് തുണി ചുട്ട് കതറൊടുത്ത സ്വരാജ്യം കിട്ടുവോ? വിഡ്ഢിത്തം. ഇനി നമ്മുടെ കാര്യം പറയാ സ്വാമി. അതിന് അപ്പുണ്യായർ പുറത്തുപോയേ പറ്റൂ. രാധ എന്റെ ശിഷ്യയാണ്. അവൾക്കെതിരെ സത്യവിരുദ്ധമായി വാദിക്കാൻ എനിക്ക് പ്രയാസാണ്. അപ്പുണ്ണിയർക്കെതിരായി പറയാൻ എനിക്കും പറ്റില്ല. അയാളുടെ മകന് എന്റെ മകളെ വിവാഹം ഉറപ്പിച്ചിരിക്കുക. എന്നാ കക്ഷി ചേരാതെ ന്യായം നോക്കി തീർക്കാം. ദേശക്കാരറിയാൻ തിരൂരങ്ങാടി, താനൂര്, പൊന്നാനി, ഈ മഞ്ചേരി ദേശത്തും ഇന്നു മുതൽ 144 വകുപ്പ് നടപ്പാക്കുന്നു. നാട്ടുകാർ ആയുധമുണ്ടാക്കുന്നതും സൂക്ഷിക്കുന്നതും സഭ കൂടുന്നതും വിലക്കുന്നു. കളക്ടർ സാഹിബിന്റെ കൽപ്പന.
വണ്ടിക്കാരെ വിളിക്കുന്ന പോലീസ്. ഇതിൽ എഴുതിയത് എന്താന്ന് വായിക്കാൻ നിങ്ങൾക്ക് അറിയാലോ? അല്ലാഹു അക്ബർ. ഒരു മുസ്ലിമായ എങ്ങൾ ഈ കൊടീനെ പിടക്കാക്കിയത് ശരിയായില്ല. ആയിരോ കൊണ്ടേക്കെട്ട്. എടാ കാതെ അഹമ്മദ് കാണിച്ചാൽ അടിച്ചെന്നെ പള്ളി ഞാൻ കൊയ്ക്കും. നിങ്ങൾ പേടിപ്പിക്ക. നിങ്ങളിട്ട പോലീസ് ഉപ്പായത്തിന്റെ പവർ കാണിച്ചാണ് പറയണെങ്കിൽ ഈ മീശ മുളക്കാത്ത പ്രായത്തില് പട്ടാളക്കാരന്റെ യൂണിഫോം ഇട്ടോനാ ഞാൻ. അന്യ നാട്ടിൽ 4 കൊല്ലം തോക്കും പീരങ്കിയും ചീറുന്നതിനിടയില് മയ്യത്തുങ്ങളെ ചവിട്ടി മെതിച്ച് നടന്നോനാ. ഇന്റെ പല്ല് നോക്കി ഞങ്ങൾക്ക് പുതിയ വരി. എന്താ മൊയ്തീൻ? നിങ്ങൾ ഒരുത്തരായി ചക്കന്മാരെ മുഴുവനും ചീറ്റിയാക്കിയത് എനിക്കറിയാനിട്ടല്ല. ഇവന്റെ അഹമ്മദ് ഞാൻ നിർത്തും, ഇല്ലെങ്കിൽ എന്റെ പേര് മൊയ്തീൻ എന്നല്ല. എന്താ ഉണ്ടായത് പറയൂ. 144 നടപ്പാക്കട്ടെ. ഈ അമക്കൾ പിരിഞ്ഞു പോകണ്ട ഇവിടെ എന്നാല്. ഖാദറെ, മൊയ്തീൻ പറയുന്നത് നിയമമാണ്. നിങ്ങൾ പിരിഞ്ഞു പോകണം. 144 ഇപ്പോഴല്ലേ അവര് മുട്ടി അറിയിച്ചത്. കണ്ടോലെ സാധനാണ്. അത് ബിറ്റ് ചെയ്യാണ്ട് തിരിച്ചു പോലെ നമ്മൾ അന്നം മുട്ടൂലേ. 154 അല്ല 288 ആയാലും ശരി, ചന്ത ചെയ്യാണ്ട് തിരിച്ചു പോണ പ്രശ്നമല്ല ഒരുത്തനും. കണ്ടോ ഓൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ വരും, പറയട്ടെ വരാൻ. പോലീസിനോട് ഭയക്കിട്ടാ കേടാ. ആ മൊയ്തീൻ പകയുള്ളവനാ. പോവാൻ പറടാ അവനോട്. ഇൻസ്പെക്ടർ ആനക്കയത്ത് പോയതാ. തിരിച്ചു വരുമ്പോ ഇവറ്റകൾ ഇവിടെ കണ്ടാൽ ഒന്നിന്റെ പൊടി കാണില്ല. എന്റെ കാര്യം കൊതം കിട്ടില്ലേ? അതിനു മുൻപ് ഞാൻ അവരെ സമാധാനിപ്പിച്ചയച്ചോളാം. എന്നാ ചൊല്ലി വരൂ. ഖാദറെ, തക്കുന്നശ്ശേരിക്ക് ഇയാളെ തന്റെ വണ്ടി കൊണ്ടുപോകണം. കിഴക്കേടത്ത് വീട്ടിലേക്കാ. കച്ചവടം തീർന്നേ പുറപ്പെടൂ. വയ്യൂ മതി. കാണിച്ചെന്ന് പറഞ്ഞു താൻ കുഴപ്പം കാണിക്കാൻ ഞാൻ മതി. താണ് കൊടുത്താലും കേടാ. ആ പാവം മാന്നാരെ പോലീസ് അന്വേഷിക്കണ്ടല്ലോ. ആൾ ഒളിവിൽ പോയിന്നാ ഇവിടേക്ക് ശ്രുതി. ഏയ്, അയാൾ ഇപ്പൊ പൂക്കോട്ടൂര് പ്രസംഗിക്കുന്നുണ്ടാവും. എന്നാൽ ഇന്ന് സമരത്തിന്റെ രൂക്ഷത കൂട്ടാൻ വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചാൽ മാത്രം പോരാ, ചുട്ടുകരിക്കൂടെ വേണമെന്നാണ് നിർദ്ദേശം. നാം ഇവിടെ കൂടിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്ന വിദേശ വസ്ത്രങ്ങൾ ഈ വേദിയിൽ എത്തിക്കുക. നാടിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി നടത്തുന്ന ഈ യജ്ഞത്തിൽ ഹോമാഗ്നി ജലിപ്പിക്കാൻ നമുക്കെല്ലാം ആരാധ്യനും പണ്ഡിതനുമായ കട്ടിലിശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അവർകളെ ഞാൻ ക്ഷണിക്കുന്നു. പൂക്കോട്ടുകാരും അധ്യക്ഷൻ കെ മാധവൻ നായരും എന്നോട് പൊറുക്കണം. ഞാനിത് ചെയ്യില്ല. കാരണം ഇതിന് എന്നേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ആഢ്യത്വം വിളയുന്ന തറവാട്ട് മാളികയിൽ നിന്നിറങ്ങി ആയിത്തവും ദുരാചാരവും വെടിഞ്ഞ് നമ്മോടൊപ്പം ചേർന്ന ഒരു തമ്പുരാട്ടി. അങ്ങനെ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ലെന്നറിയാം. അതുകൊണ്ട് മാറ്റി പറയാം. ശ്രീമതി രാധാവർമ്മ. ബീരാന്റെ നോട്ടക്കുറവാന്നാ ഞാൻ പറയാ. ഇല്ലമ്പ്ര, കൊല്ലും കൊലയും ഒരുപാട് നടത്തിയവനാ ആ അബ്ദുള്ള കുട്ടി. മറ്റാർക്കും ഇവിടത്തെ കളപ്പര കുത്തിപ്പൊളിച്ച് കക്കാൻ ധൈര്യം വരില്ല എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. താൻ കാര്യസ്ഥരാണെന്നും പറഞ്ഞ് ഇടം വരെ നടക്കുക എന്നല്ലാതെ. കേശവൻകുട്ടി, എന്നിട്ട് കള്ളനെ പിടിച്ചോ അവര്? ഇല്ല അമ്പ്ര, പോലീസുകാർക്ക് അബ്ദുള്ള കുട്ടിയെ പേടിയാ. താൻ കാവലിന് ആളെ കൂട്ടിക്കോളൂ. അതിരിക്കട്ടെ, തന്റെ മകൻ നമുക്ക് പാട്ടം തരുന്നവരെ തടയാനും കുടിയാന്മാരെ നമുക്കെതിരായി. അടിയന്റെ ചക്കൻ അങ്ങനെ പറയൂലേ തമ്പുരാൻ. താൻ ബാധിക്കണ തെളിവുണ്ട്. ഉണ്ടെങ്കിൽ ഓന്റെ കാര്യം നമ്മൾ പക്ഷി മുറിച്ചിടും. നവരത്നമുഖം കത്തിടും മയിലാളെ കൊഞ്ചൊളിവില് തഞ്ചമേറും തഞ്ചകപ്പൂമൂളെ മുത്തുനവ
മയിലാളെ മുഞ്ചൊളിവില് തഞ്ചമേറും കഞ്ചകപ്പൂമോളെ ഇത്തിരം കൊത്തി മറിയും ചെമ്പകച്ചുണ്ടും ചിരിയും ഉത്തമമലർ തിരിയും സൂക്ഷ്മമിൽ പലേ കുറിയും കണ്ടു മോഹിച്ച് സംഗതി കൊണ്ടു ദാഹിച്ച് എൻ മലരെ നമ്മളെല്ലാം രാജ്യക്കാരല്ലേ എന്നൊരു വിചാരവും സന്തോഷമുന്നില്ലേ ഇമ്മധുരത്തേൻ കുടിപ്പാൻ ഒത്തവൻ ഞാനല്ലേ ഏറിയ നാളായി പൂതി വെച്ചിടുന്നു മുല്ലേ സമ്മതിച്ചെങ്കിൽ തരട്ടെ സാധിയമെങ്കിൽ വരട്ടെ തമ്മിലിഷ്ടമായി മുത്തേ തങ്കമേ നീയുള്ള തത്തേ ചേരുമെന്നാളിൽ മനകൊതി തീരുമെന്നാളിൽ എന്തു വേണം എൻ കനിക്ക തൊക്കയും തന്നോള ഏതിനും മുട്ട് വരുത്ത തൊപ്പരം നിന്നോള അന്തി നേരത്തൊന്നുറങ്ങാൻ ഇത്തലം വന്നാള ആവതുള്ള നാളതിൽ ഞാൻ ഇക്കനീ തിന്നോള ഇതാ വേണ്ട. ഇടത്തിലെ തമ്പ്രാക്കന്മാരോട് കൂലി വാങ്ങാൻ പറ്റൂല. ഇവിടുത്തെ കുടിയാന്മാരാണോ നിങ്ങൾ? ആയിരുന്നു. കുടിയന്മാരല്ല, കാര്യസ്ഥൻ. എന്റെ വാപ്പ പണ്ടാരക്കണ്ടി മൂസ. ഇപ്പൊ ഇരിക്കക്കൂര നിൽക്കണ പറമ്പൂടി തമ്പ്ര ഒഴിപ്പിച്ചെടുത്തു. ഐദ്രോ, അന്യനാട്ടിൽ നിന്ന് വന്നവരോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? വേണ്ട. അബ്ദുള്ള പടച്ചോന്റെ ദാസൻ എന്നാണ് അർത്ഥം. പക്ഷേ ഈ പിശാസിന്റെ കൂട്ടാണ്. ഇത് ചെയ്ത തെറ്റ് പടച്ചോൻ പൊറുക്കൂല. രാത്രി ഒറ്റയ്ക്ക് ഈ ബൈക്ക് വണ്ടിയും തെറിച്ച് വരരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ?
പിടിച്ച കേട്ടാ ഉണ്ട കയ്യും കാലും. പറയില്ല പറയാ ഇനി തല്ലല്ലേ മോനെ. തട്ടാൻകുട്ടനെ കൊന്നതും കളത്തിൽ കയറി കട്ടതും നമ്മൾ തന്നെയാ. ആരാടാ ഈ മുറിപ്പെടുത്തിയത്? ഭാര്യം കുന്നത്ത് കുഞ്ഞോമതാജി. ഭാര്യം കുന്നമാണ് അബ്ദുള്ള കുട്ടിയെ കയ്യും കാലും ബരിഞ്ഞു കിട്ടി ഇവിടെ കൊണ്ട് തന്നത്. കാര്യം ആചാര്യ കിലാപത്താണേലും ഇച്ചരുത് വർക്കത്തുള്ള പണിയാ. കിലാപത്തല്ലടോ, അഖിലാപത്ത്. ഈ അബ്ദുള്ള കുട്ടിയേക്കാളും ആപത്ത് ആ ആചാരാണ്. അവനെ വേണ്ടിയിരുന്ന ആദ്യ അകത്താക്കാൻ. 6 മാസത്തിനുള്ളിൽ ഈ പെരയും കൂടി ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് ഹാജിയാരെ ചേക്കുട്ടി സാഹിബ് പറയണത്. നമ്മള് പിന്നെ എങ്ങോട്ട് പോയി പെൺകുട്ടികളെയും കൊണ്ട്? ഇനി ആരോടാ പറയാ? പടച്ചനോട് പറയും ഇനി ദുനിയാവിൽ മാപ്പിളയിട്ട് ഒരുത്തനം ജനിപ്പിക്കരുതെന്ന്. അല്ലാണ്ട് എന്താണ് ആചാര്യെ? ഉള്ള ഭൂമി മുഴുവൻ ഒന്നിൽ നമ്പൂരീഷന്മാരുടെ കയ്യില് ബ്രഹ്മസ്ഥം, അല്ലെങ്കിൽ അമ്പലത്തിന്റെ പേരിൽ ദേവസ്വം, ബാക്കി തമ്പരാക്കന്മാരെ ചേരിക്കലും. അവിടെ നായി നയിക്കണ ചേലിക്ക് പണിയെടുക്കാനാണ് മാപ്പിളന്റെ വിധി. എന്നാലും പാട്ടം കൊടുക്കാൻ തയ്യൂല. കടം ബാക്കി പട്ടിണി. ഖാദറെ, എന്റെ കൂടെ വന്ന വണ്ടിക്കാര് നേരം വെളുക്കണതിന് മുമ്പ് കുടി അടഞ്ഞിക്കണല്ലോ. ഈ എവിടെ പോയി കിടക്കാനാണ് നമുക്ക്? അത് വാപ്പായ് എന്റെ സർക്കിട്ട് ഇന്നത്തോടെ നമ്മൾ നിർത്തും. മതി വണ്ടിപ്പണി. പിന്നെ മോനെ കോലത്തെ പണിക്ക് അയക്കാനാണ് ബീരാന്റെ പൂതി. ആചാരെ 10-35 കൊല്ലം തമ്പരാക്കന്മാർക്ക് കൊത്തിക്കളച്ച് കൊടുത്തതിന് കുഞ്ഞുമൂസാക്ക് കിട്ടിയ കൂലി എന്താണെന്ന് ഓന്റെ മോനോട് ചോദിച്ചു നോക്ക്. പൊരതറിഞ്ഞ് നിൽക്കണ 3 പെൺകുട്ടികളെയും കെട്ടിയെടുത്തോണ്ട് കുടി കഴിഞ്ഞ് പോയിക്കോളാൻ. ഒടുവിൽ അനക്ക് അതന്നെയാവും കിട്ടുക. അല്ല ഹാജിയാരെ, ഇവനെ കാണാഞ്ഞിട്ട് അന്റെ മോൻ സർക്കിട്ട് പോയതല്ല, ഒരു തമ്പരാൻ കുട്ടീനെ ഇറക്കി വിടാൻ പോയതിന്റെ കേടാണ്. ഉണ്ണികൃഷ്ണന് കുതിരസവാരി അറിയോ? ഏയ് ഇല്ല. ഗോപിക്ക കുറേശ്ശെ. അച്ഛൻ വിളിക്കണു. രാമയ്യയുടെ എല്ലാം ഏറ്റതാണ്. വേലുരായൊരു കച്ചേരി പോയി സ്വാമിയെ കണ്ടാ മതി. ആ ബോംബെയില് ഇവിടെ കുളി എങ്ങനെയാ? അവിടെ കുളവും ചെറിയൊന്നും ഇല്ലല്ലോ. ഇല്ല. ഇയാളുടെ പഠിപ്പൊക്കെ എവിടെ വരെ ആയി? നിർത്തി. തന്നെ പഠിപ്പിച്ച് ടുക്കുൾ സാഹിബ് പാക്കൂന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ കൂട്ടിട്ട് പോയത്? ഇപ്പൊ അയക്ക് വേറെ സംബന്ധവും കുട്ടികളും ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ഇല്ല. പിന്നെ എന്താ ഇങ്ങോട്ട് തള്ളി വിട്ടത്? എന്റെ ഏട്ട വരുത്തി വെച്ച വിനയാ. ഇല്ലെങ്കിൽ ആ 4 നമ്പ്യാരെ പടി കയറാൻ. അമ്മാവാ, അച്ഛനെ പറ്റി പറ ഇഷ്ടാവില്ല അല്ലേ? എന്നാ ഞാൻ ഒരു കാര്യം പറയാം. ഒന്നുകിൽ അയാളുടെ കൂടെ അവിടെ, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ ഇവിടെ. ഈ 2 തോണിയിലും കാല് വെച്ചിട്ടുള്ള ഏർപ്പാട് ഇവിടെ പറ്റില്ല. പൊക്കളൂ. മഹേശ്വരി, തന്റെ മകൻ വന്നിട്ട് കണ്ടുവോ? എന്തിന്? അച്ഛൻ മതിയെന്ന് പറഞ്ഞ് അമ്മയെ ഉപേക്ഷിച്ചു പോയവനല്ലേ? എനിക്ക് കാണണ്ട ആ ശവത്തെ. വരിക, ഇങ്ങോട്ട് വരൂ. ഉണ്ണി അമ്മയെ കണ്ടുവോ? സംസാരിച്ചോ? അമ്മയ്ക്ക് സംസാരിക്കാൻ പുതിയ സംബന്ധക്കാരനില്ലേ? തിരുമേനി കേക്കണ്ട. വല്ലതും കഴിക്കണ്ട നിനക്ക്? വരട്ടെ. ഇന്നലെ ഇവിടുത്തെ പഴയ കാര്യസ്ഥൻ കുഞ്ഞുമൂസയുടെ മകനെ ഞാൻ കണ്ടു. അവരുടെ വയലും പറമ്പും ഒക്കെ ഒഴിപ്പിച്ചെടുത്തു അല്ലേ? എനിക്കറിയില്ല ഉണ്ണി. വല്യമ്മയ്ക്ക് അറിയാം. എല്ലാ കഥകളും എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മരിച്ചു മണ്ണടിഞ്ഞിട്ടും ആ മനുഷ്യനോടുള്ള പക തീർന്നില്ല അല്ലേ? ആരാ? ഇൻസ്പെക്ടർ നാരായണ മേനോൻ. ഉണ്ണികൃഷ്ണ, ഖാദറിന്റെ കാളവണ്ടിയിലാ പോകുന്ന പറഞ്ഞപ്പോ സംശയായി. അത് എന്റെ പെങ്ങൾ മഹേശ്വരിയുടെ മകനാ. എന്ന് വെച്ചാ പോസ്റ്റൽ സൂപ്രണ്ട് നമ്പ്യാരുടെ? അതെ. ആ ഇതാണ് ആൾ. അച്ഛന്റെ കൂടെ ബോംബെയിലായിരുന്നു താമസം. ബോംബെയിൽ നിന്നും പഠിപ്പ് നിർത്തി കോൺഗ്രസ് ചേർന്ന ഒരു വിദ്വാൻ ഇവിടെ വന്നിട്ടുണ്ട്, കെ കേളപ്പൻ നായർ. നാട് മുടിക്കാനായിട്ട് എല്ലാം വന്നിറങ്ങുന്നത് ഈ ഏറനാട്ടിലാണ്. ഇയാൾ ആ കൂട്ടത്തിൽ പെട്ടതാണോ? അല്ല. ഈ കുടുംബത്തിൽ അവരുടെ കൂട്ടത്തിൽ ആരും ചേരില്ല. രാധയില്ലേ? നിങ്ങളെയൊക്കെ വിചാരിച്ചാ ഞാൻ ക്ഷമിക്കുന്നത്. പിടിച്ച് ജയിലിലിട്ട് പൂട്ടുവോ അവളെ? ഞാൻ തരാൻ സമ്മാനം. അച്ഛാ, തോട്ടത്തിലേക്ക് വളം കൊണ്ടുപോകാൻ കാളവണ്ടി വന്നിട്ടുണ്ട്. ചൂലില്ലേ അവിടെ? എടുത്തു കൊടുക്കാൻ പറ. അച്ഛാ കേറ്റിക്കോളാം തമ്പ്രാൻ.
ഉണ്ണിക്ക് രാധേട്ടത്തിന്റെ വീട്ടിലേക്ക് പോകാനാണെന്ന് അറിഞ്ഞാ ഇവിടുത്തെ കുതിരവണ്ടി വിടില്ല. വേണ്ട, ഞാൻ നടന്നു നോക്കിയോളാം. ഗോപി വരൂ എന്റെ കൂടെ. അയ്യോ, അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊല്ലും. ആ, കണ്ടംകുട്ടി ഓർക്കുന്നുണ്ടോ ഉണ്ണികൃഷ്ണൻ? പിന്നെ എന്നാണോ നിന്റെ പെണ്ണിനെ കൊണ്ടുവരുന്നത്? കല്യാണം കഴിഞ്ഞോ അവന്റെ? ഏയ്, അടിയാൻ കല്യാണം കഴിക്കുമ്പോ മുമ്പേ പെണ്ണിനെ കാണിച്ച് തമ്പ്രാന്റെ സമ്മതം വാങ്ങിക്കണ്ടേ? അങ്ങനെയുണ്ടോ രാജാ? പിന്നെ ഈ വണ്ടി പുല്ലങ്കോട്ട് എസ്റ്റേറ്റിലേക്ക് പോകുന്നതാ. അതിനടുത്ത രാധേട്ടത്തിന്റെ വീട്. നീ പോയി ചോദിക്കടാ. അതേ ഗോപിത്തമ്പ്ര, ചാണവും വെണ്ണീരോ വണ്ടിയില് തമ്പുരാൻകുട്ടിക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ശരി, വേഗം നോക്കണ്ട കുട്ടിയെ. പറഞ്ഞോടാ പതിയും കൊറിയായിട്ട് I understand Malayalam. Don't try to teach me. Koya, take him away. ആസ്യ എന്റെ മോള് കൊടുക്കൂ. മോളെ ആസ്യ, മോളെ. എന്താ പാപ്പ? ഈ കത്ത് മദാമ തന്നയച്ചതാ, രാധത്തമ്പുരാട്ടിയെ കൊടുക്കാൻ. വേഗം ചെല്ല്. ചക്കാത്തിൽ സവാരി വേണമെങ്കിലേ എന്റെ ബാപ്പ മദാമനെ കയറ്റിക്കൊണ്ട് നടക്കണ പത്രാസ് വണ്ടി നോക്കിക്കോളി. ഇറങ്ങി ഇറങ്ങന്നെ. ഇതില് മുഴുവനും ചാണവും വെണ്ണീറുമായിട്ട് ഞമ്മളെ തണ്ടുമ്മ കുത്തിയിരുന്നോളാം. ഞമ്മളവിടെ ഇരിക്കാനോ? ആ തിരുരങ്ങാടിക്കാരൻ കണ്ട എന്നെ കൊല്ലും. ഏതങ്ങാടിക്കാരൻ? അനക്കറിയൂലേ? ആലി മുസ്ലിയാരുടെ പ്രധാന ശിഷ്യൻ ലവക്കുട്ടി. നിങ്ങളിങ്ങനെ ഒഴിഞ്ഞു മാറണ്ട. അല്ല, എന്റെ ബാപ്പ പറഞ്ഞതാ മോളെ ലവക്കുട്ടിയെ കൊടുക്കുന്നു. അതിനിടയിൽ ഞമ്മളൊരു അബൂസ് ചെയ്യാതാവാൻ പാടില്ല. കാദർക്ക, നിങ്ങള് പറയണ ലവക്കുട്ടിയെ ഞമ്മള് കണ്ടിട്ടേ ഇല്ല. എന്റെ ബാപ്പനോട് ഞമ്മൾ ആലോചിച്ചതാ. മൂപ്പർ നേരത്തെ വാക്ക് കൊടുത്തുപോയി. ലവക്കുട്ടി യോഗ്യനാ, ഖിലാഫത്തിന്റെ നേതാവാണ്. കുന്താണ്. രാധ അറിഞ്ഞോ? ഇന്നലെ കോഴിക്കോട് അറസ്റ്റ് നടന്നു. ആരെ? മദ്രാസിയിൽ നിന്ന് വന്ന യാക്കൂബ് ഹസനെ ടൗൺ ഹാളിൽ പ്രസംഗിക്കാൻ അനുവദിക്കാതെ അവർ കസ്റ്റഡിയിലെടുത്തു. കൂട്ടത്തിൽ യു ഗോപാലമേനോൻ, പൊന്മാടത്ത് മൊയ്തീൻ കോയ, പിന്നെ നമ്മുടെ കെ മാധവൻ നായരി. മാധവേട്ടനോ? 6 മാസം ശിക്ഷിച്ച് കണ്ണൂർ ജയിലിലേക്ക് അയച്ചു. രാവുണ്ണിമേനാ കഷ്ടം. ഒറ്റപ്പാലം കോൺഫറൻസിന്റെ മുഴുവൻ ഭാരവും എന്റെ ചുമലിലായി. ആ മാധവൻ നായരുണ്ടായിരുന്നെങ്കിൽ. യോഗം നടക്കൂ ഈ നിലയ്ക്ക്? നടത്തണം. ഒരാള് കാണാൻ വന്നിന്. ഇങ്ങോട്ട് വരാൻ പറയേ. പറഞ്ഞ് കൂട്ടാക്കണില്ല. ആളെ കണ്ട് പേര് വിളിച്ചാലേ വരുമെന്ന് പറഞ്ഞു. ആരാത്? ഏട്ടൻ എന്ത് പറഞ്ഞാലും എന്റെ മോനെ ഞാൻ വിട്ടുകൊടുക്കില്ല. മഹേശ്വരി, കോടതി വിധി തടയാനൊക്കുമോ? പിന്നെ നീ വേറെ സംബന്ധം ചെയ്ത കാരണം. വാ മോനെ. ഞാൻ വരില്ല.
ഞാൻ രാധേശ്വരം കൂടെ നിൽക്കും. ഉണ്ണി ചുണ്ടുമ്മേ മീശകളെത്ത ഞാൻ തിരിച്ചറിയില്ല എന്ന് കരുതിയോ നിന്നെ? വാടാ. ശേഖരേട്ടൻ ക്യാപ്റ്റന്റെ വേഷത്തിലാണല്ലോ ഇതിൽ. ഇപ്പൊ മേജറായോ? വരൂ, ചേട്ടൻ മുകളിലുണ്ട്. നോക്കൂ, അറിയോ ഇയാളെ? ഉണ്ണികൃഷ്ണൻ. ശേഖരേട്ടാ, ഇത് ബ്രിട്ടീഷ് രാജാവിന് യൂറോപ്പ് പിടിച്ചടക്കാൻ നമ്മുടെ നാട്ടുകാർ ആയിരക്കണക്കിന് ജീവൻ കൊടുത്തു. എനിക്കൊരു കാലയെ ദാനം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. പോയേ പിന്നെ നടാടെയാണോ നാട്ടിലേക്ക് വരുന്നത്? അല്ല, താനൂർ അച്ഛന്റെ വീട്ടിൽ വെക്കേഷന് വരാറുണ്ടായിരുന്നു. ഇപ്പൊ അവരെല്ലാം ബോംബെക്ക് വന്നു. നിങ്ങൾ സംസാരിക്ക്. നാരായണേട്ടനും രാമുണ്ണിമേനോനും ഉണ്ട് താഴെ. ഇരിക്കെ. തമ്പ്രാട്ടി, ലക്ഷ്മി ഇനി ഓളെ പെരയിലേക്ക് പോവാണെന്ന് പറഞ്ഞു. നിങ്ങൾ വിടുവോ? അവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, പിന്നെ ഇവിടെ നിർത്താൻ പറ്റുമോ? അപ്പൊ നീ ഇങ്ങോട്ട് വരില്ലേ? വരും. തോട്ടത്തില് മതാൻ വന്ന. എന്താ? വടക്കേ കോവിലകത്ത് കഥകളി കാണാൻ പോകുന്നുണ്ടത്രേ മദാമ്മ. കൂടെ ചെല്ലാൻ. എങ്ങനെ ഈ മദാമയായിട്ട് ലോഹ്യം? കോൺപൂർ മിലിറ്ററി ക്യാമ്പിൽ ശേഖരേട്ടന്റെ കേണലായിരുന്ന ഫിലിപ്പ് മോർഗന്റെ മകളാ. ഞങ്ങള് തമ്മിൽ അവിടുന്ന് അറിയും. ആരാ വന്നത്? കിഴക്കെടുത്ത ചെറിയമ്മയുടെ മകൻ ഉണ്ണികൃഷ്ണൻ. അയാൾ ഇവിടെ എത്തിയോ? എന്താ? സൂക്ഷിക്കണം. സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് അയച്ചാണ്. നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റില്ല. തീവ്രവാദിയാണ്. ടിപ്പുവിനെ കൊന്ന് വെള്ളക്കാർ അധികാരം പറ്റിയപ്പോ ഇവിടുത്തെ ഭൂമിയും കൃഷിക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് പഴയ ജന്മിമാർക്ക് കൊടുത്തു. അതിന്റെ പേരിൽ 50-ലധികം ജന്മി കുടിയാൻ സംഘടന ഇവിടെ നടന്നിട്ടുണ്ട്. അനവധി മാപ്പിളമാർ കൊല്ലപ്പെട്ടു. കളക്ടർ കനോളി സാഹിബിനെ വരെ അവർ കൊന്നു. അതുപോലെ ബ്രിട്ടീഷുകാർക്ക് അവരോടുള്ള വൈരാഗ്യവും കടുത്തതാണ്. മാപ്പിള ആക്ട്, കൂട്ടപ്പിഴ, അവകാശികളില്ലാതെ മരിച്ച സ്വത്ത് പിടിച്ചെടുക്കുന്ന പുരുഷാന്തരം ഇപ്പോ ഖിലാഫത്തുമായി. എന്റെ കീഴിൽ പട്ടാളത്തിലുണ്ടായിരുന്ന പലരും പിരിഞ്ഞു വന്ന് ഈ സംഘത്തിൽ ചേർന്നിട്ടുണ്ട്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരവർ. ആലി മുസ്ലിയാരെ പോലെ പണ്ഡിതന്മാർ ഗാന്ധിയുടെ മാർഗങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് അവരടങ്ങിയിരിക്കുന്നത്. ഒരു തീപ്പൊരി വീണാൽ വെടിമരുന്ന് ശാല പോലെ ഈ നാട് ആളിക്കത്തും. അത് കത്തിക്കാനാണ് ഉണ്ണികൃഷ്ണൻ വന്നതെങ്കിൽ ഈ വീടല്ല, ദേശത്തുനിന്ന് തന്നെ നീ പോണം. രാധേ, ഒരു ബോംബ് കേസിൽ പ്രതിയായി അവിടെ വിട്ടതാണത്ര ഇവൻ. നേരാണോ ഉണ്ണികൃഷ്ണ? അതെ, MP നാരായണ മേനോന്റെ അടുത്തേക്കാണ് അവരെന്നെ അയച്ചത്. അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ തറവാട്ടി പോയി. അമ്മാവൻ ബ്രിട്ടീഷ് പക്ഷക്കാരനാണല്ലോ, പോലീസ് സംശയിക്കില്ല. ഞാനിവിടുന്ന് പോണമെങ്കിൽ ഉണ്ണി, നീ തെറ്റായ വഴിക്ക് പോകരുതെന്നേ. ഇരിക്കൂ. എത്ര വയസ്സായടാ അതിന്റെ ചെക്കന്? അടിയൻ 10-28 തമ്പ്ര. അപ്പോഴേക്കും കല്യാണം കഴിക്കാൻ ധൃതിയായോ? പറമ്പിലും പാടത്തും പിന്നെ ഇവനെ കാണൂ. അടിയൻ ഇവിടുത്തെ അടിയാത്തിയാണ്. പെങ്ങളെ പെണ്ണ. വിളിക്കേ. ഓ വിളിക്കണ. എന്താണ് ഇതിന്റെ പേര്? ലക്ഷ്മി. അടിയാത്തി പണ്ട് ലക്ഷ്മിയോ? മുട്ടി മാക്രി ചീങ്കണ്ണി ഏതെങ്കിലും പേര് മതി. അല്ലെങ്കിലും മാറു മറച്ചോണ്ട് തമ്പുരാന്റെ മുന്നിലേക്ക് വന്ന് കണ്ടില്ലേ? മേൽക്കുപ്പായോ? ധിക്കാരി. ആരാണ് ഇവിടെ കുപ്പായ ഇടിച്ചത്? ഒന്ന് തമ്പ്ര, രാധ തമ്പ്രാറ്റിയാണ്. രാധ? അവരുടെ തോന്നിയാസ് ഇവിടെ പറ്റില്ല. അഴിക്കണേ അത്. അഴിക്കാൻ. എടാ, തമ്പ്രാൻ പറഞ്ഞത് കേട്ടില്ലേടി?
പൊയ്ക്കോളൂ. അത് പറയാൻ നീ ആരാടാ? ഈ തറവാട്ടിലെ ഒരു അംഗം. ഉണ്ണി, നാണം ഉണ്ടോടാ നിനക്ക്? പെണ്ണിന്റെ മാറ് കാണാനാണെങ്കിൽ അതിനീ അടിയാത്തി പെണ്ണ് വേണ്ട, വടക്കേ കോല് തൊരുത്തി ഉറപ്പിച്ചു നിർത്തിയിട്ടില്ല നിനക്ക്. ഇവളെക്കാൾ വെളുപ്പും കൊഴുപ്പും തുടിപ്പുള്ളവൾ കൊണ്ടുവന്ന് കാണിക്കേ. ധിക്കാരി, തോന്നിയാസം പറയുന്നു. മേലിൽ പഠിച്ചു വിടരുത്. പോടാ പുറത്ത്, കടന്നു പോകാൻ. അത് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? സ്ത്രീ സ്വത്തല്ലേ ഈ തറവാട്? നിങ്ങളൊരു കാര്യക്കാരൻ. കാരണവസ്ഥാനത്ത് വല്യമ്മല്ലേ, അവർ പറയട്ടെ. This is Dushasana and she is Panjali. Panjali? Yes. അമ്മ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ആമു സാഹിബ് വന്നിട്ടുണ്ട്, കാണാൻ. നമുക്ക് കാണേണ്ടത് കളിയാണ്. ഇപ്പൊ സൗകര്യപ്പെടില്ല എന്ന് പറയൂ. അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് ഇത്ര ദൂരം വന്നിട്ട് ക്ഷീണമുണ്ടെങ്കിൽ കളപ്പുരയിൽ സൗകര്യപ്പെടുത്തി കൊടുക്കൂ, വിശ്രമിക്കട്ടെ. പറ്റിയെവിടെ? ആമു സാഹിബ് ക്ഷമിക്കണം, ഇവിടെ അടുത്താണ് തമ്പുരാന്റെ കളം. എന്ന് വെച്ചാൽ എന്നെ കളത്തിലേക്ക് അയക്കാവും തമ്പുരാന്റെ ഈ കളി. ഈ പാതിരാക്ക് വേണോ? വേണം. പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടെന്ന് വെച്ചാ ചില്ലറക്കാരനല്ല. തന്റെ അമ്മാമൻ കാണിച്ച ചെറ്റത്തരം മറക്കാനായ സൽക്കാരം. പെട്ടെന്ന് വരണം. രാഗിനെയും കൂടെ കൂട്ടിക്കോ. സേവയുണ്ടോ? വരുത്താം. കഴിക്കില്ല. ആമു സാഹിബിനെ ഒരുക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ എത്തും. ആളെ അയച്ചിരിക്കുകയാണ് കൊണ്ടുവരാൻ. കരയാതെ മക്കളെ, അടിയാൻ നട്ടു നനച്ചുണ്ടാക്കുന്ന ഏതും തമ്പ്രാക്കൾക്ക് അനുഭവിക്കാനാടാ മോനെ. ഇയാള് നമ്മുടെ യോഗത്തിന്റെ ഒരു ശ്രമിയാണ്. പേരാപ്പുറവൻ അഹമ്മദ് കുട്ടി. വള്ളുവം പ്രംശം അധികാരിയല്ലേ? ഇവിടെ യോഗത്തിന്റെ കാര്യം പറയണ്ട. എത്ര നിർബന്ധിച്ചിട്ടും സഭയ്ക്ക് കൂടില്ലെന്നാ പറയണ. ഹായ്, എന്താ ഇത്? നമ്മെ പോലെ ഭൂവുടമകളെ സഹായിക്കാനായി യോഗം. എല്ലാരും വരുന്നുണ്ട് കോഴിക്കോട്ടേക്ക്, ഇല്ലേ അഹമ്മദ് കുട്ടി? അടിയൻ നിലമ്പൂര്, മങ്കടക്കോലവം, നമ്പൂരിയാരിൽ, മരനാട്, വെള്ളക്കാട്, കറുത്തടുത്ത്, കാവുങ്ങല്ലക്കാർ, പിന്നെ വിസ്തരിക്കണ്ടോ? ആരുണ്ടായാലും നാം വരില്ല. അപ്പോ ഇവിടുന്ന് കോൺഗ്രസ് പക്ഷത്താണോ? അവരുടെ ഒറ്റപ്പാലം യോഗത്തിൽ ചേരാൻ ചിന്നനുണ്ണി, നമ്മെ കക്ഷി ചേർക്കരുത്. കലക്ടറും സൂപ്രണ്ട് ഹിച്ച്കോക്ക് സാഹിബും അങ്ങനെ ധരിക്കൂ. അത് അവരുടെ ഇഷ്ടം. ഇനി ഒന്നും പറയണ്ട. ആമു വയ്ക്കുള്ളൂ.
നമുക്ക് രാത്രി മുഴുവൻ കഥകളി കണ്ടിരുന്ന ക്ഷീണമുണ്ട്. ആമുസാഹബ് കഴിച്ചില്ലാന്ന് കരുതി ഒരുക്കിയത് കളയാനൊക്കുവോ? ആരാ പാടുന്നത്? ഒരു സംഘം ഒറ്റപ്പാലത്ത് ഞങ്ങളെ മീറ്റിംഗിൽ പാടും. But I'm not going there. Please sing it. വന്ദേ മാതരം. What's that mean? അമ്മയെ വന്ദിക്കുന്നു. അമ്മ, മാതൃഭൂമി, മദർലാൻഡ്. Stop it and get out. No, she's my guest. No, she's an enemy of the British. Sara. Don't insult her. She hasn't done anything wrong. Why are you behaving like this? Madam, she is an extremist working against our king. സഹനത്യാഗമാണ് നമ്മുടെ മാർഗം. അവർ ആക്രമിക്കട്ടെ. Come on, boys, we've got the lesson. Come on, the lads. Now let's teach these jockeys a lesson. Come on out, you black guys. Come on, the lads. Come on, lads. Yeah, come on. Bastards burnt our British cloth. Now we'll burn your bloody flag. Burn my beauty, burn! ഉണ്ണിക്കൊരു കത്തുണ്ട്. കിഴക്കേടത്തെ അഡ്രസ്സിൽ വന്നത് അഞ്ചൽക്കാരൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ബോംബെ നിന്നാണോ കത്ത്? തീവ്രവാദികളുടെ അല്ല, താനൂരിന്നാ. അവിടുന്ന് അച്ഛന്റെ വീട്ടുകാരെല്ലാം ബോംബെക്ക് പോയെന്നല്ലേ പറഞ്ഞത്? അയൽക്കാരുണ്ടല്ലോ. താനൂര് പൂഴിക്കൽ നാരായണൻ നായരെന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ വലിയ ജന്മിയല്ലേ? അദ്ദേഹത്തിന്റെ ഒരു ബന്ധു അയച്ചതാ, പഴയ പരിചയത്തിൽ. ഉണ്ണിയേട്ടാ, രണ്ടെഴുത്തിന് മറുപടി കാണാഞ്ഞപ്പോ എന്നെ മറന്നെന്ന് കരുതി. പുതിയ വിലാസം നാട്ടിലേതാണല്ലോ. എന്നിട്ടും ഒന്നിവിടെ വരെ വന്നില്ല. ഒന്ന് കാണാൻ മോഹം. എന്താ കണ്ടൻകുട്ടി? ആരാ? നീ കരയാതെ കാര്യം പറ. എന്താ ഇവിടെ?
എന്റെ പെണ്ണിന്റെ പേര് മാറ്റി മാറി മറിച്ച് കുപ്പായിടിച്ച് എന്നിട്ട് ബന്ധായി തമ്പ്രാട്ടി ഒക്കെ പോയില്ലേ. എന്താ എന്താ ലക്ഷ്മി ഇവൻ പറയുന്നത്? ചീഞ്ഞ കത്തിരി പോലെ വിത്തിനും വറ്റിനും കൊള്ളാണ്ടാക്കി അതിവിടെ പൊലിക്കാനാട്ടിയെ കൊണ്ടുവന്ന് വേണ്ടെങ്കിൽ ഓളെ ചാടി ചുടുന്ന എനിക്ക്. കണ്ടൻകുട്ടി എന്താ കണ്ടൻകുട്ടി, നീ കല്യാണം വിളിക്കാൻ വന്നതല്ലേ? തമ്പ്ര അടിയനത് മുടങ്ങി. കാരണം പറ, ഞാൻ നടത്തി തരാടോ. ആരാ തടസ്സം പറയ്, അല്ലെങ്കിൽ കാശില്ലാഞ്ഞിട്ടാണോ? ഞാൻ സഹായിക്കാം. എന്താണ് നിനക്ക് വേണ്ടത് പറ. ഇവിടുത്തെ അമ്മോന്റെ അപ്പുണ്ണി തമ്പ്രാന്റെ തല. അന്റെ ചക്കനെ വിളിക്ക്. ഒറ്റപ്പാൽ നനക്കും കിട്ടിയോടെ അടി. രാവണനാ കൂടുതൽ കിട്ടിയത്, പിന്നെ വാളണ്ടിയർമാർക്കും. സായിപ്പിന്റെ കൂടെ ആളുകളെ തല്ലാൻ ആനക്കയറ്റ കാൻബദൂർ ഇൻസ്പെക്ടർ ചേക്കുട്ടി ഉണ്ടായിനോ? ഞമ്മളെ ബാപ്പാൻ ആന്തമല്ലിലേക്ക് നാട് കടത്തിച്ചതും ഞമ്മളെ മക്കയിലേക്ക് പറഞ്ഞു വിട്ടത് ഓനാണ്. നമുക്ക് പിന്നെ പുല്ലാര നേർച്ചയ്ക്കിന് ദിവസമില്ല. ഇത്തവണ നമുക്ക് കുറഞ്ഞു കൊടുത്തൂടാ. മുട്ടും പിളിയൊക്കെ വേണം. പുല്ലാങ്കോട്ട് തോട്ടത്തിലെ ചെക്കന്മാര് കോൽക്കളി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൽക്ക് പാടാൻ ആളില്ല. അത് പറയാനാ ഞമ്മള് വന്നത്. അവിടെ പോണം. ഇരുപത്തോ എന്റെ ബാപ്പാൻ എങ്ങനെയുണ്ട്? തൂക്കേട് കൂടുതലാ, ഞമ്മൾ അങ്ങോട്ട് പോവാ. അപ്പൊ എന്റെ കെട്ടിയനും മോനെ ആര് വെച്ച് വിളമ്പി കൊടുക്കും? ഓനെ നിന്നെ കെട്ടിക്കൊണ്ടെന്നോട്ടെ. എന്തേ ആചാര്യോട് ഒരു കാര്യം പറയാനാണ് നമ്മൾ വന്നത്. നിങ്ങൾ കളിച്ചോളി. ഖിലാഫത്തിന് ദോഷം വന്ന നിലയ്ക്ക് ഇക്കൊല്ല ആഘോഷമൊന്നും വേണ്ടെന്നാണ് കമ്മിറ്റി നിശ്ചയിച്ചത്. ഇക്കാര്യം നിങ്ങളോട് പറയാനാണ് ആലി മുസ്ലിയാർ നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. ഇതിപ്പോ കളിക്കളി ചെക്കന്മാരോട് പറഞ്ഞാല് വിഷമമുണ്ടാവും. അതാ നമ്മൾ ഓല മുമ്പിൽ നിന്ന് പറയാഞ്ഞത്. നിങ്ങള് ഓൽക്ക് മയത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോ നമ്മൾ പോട്ടെ. ഈ പാതിരാക്ക് വണ്ടി പുറത്തുണ്ട്. ആരാണ്ടാ? ആരാത്? നമ്മളാണ്. ജേതാ ഇപ്പൊ ഒരേലിയാ മരക്കാര കുട്ടിയാക്കന്റെ മോള്. എന്താ ഈ ഇട്ടത്? ഇങ്ങളിമ്മണും വലിയ ആളാണെന്നാ കേക്കണത്. അതുകൊണ്ടാവും ബാപ്പ നമ്മൾ എങ്ങക്ക് നിക്കാ ഉറപ്പിച്ചത്. പക്ഷെങ്കില് എനിക്കത് ഇഷ്ടല്ല. നമ്മുടെ കൽവില് വേറൊരാള്. നിങ്ങൾ പൊറുക്കണം. കരയണ്ട. മരക്കാര കുട്ടിയാക്കാക്ക് ഇങ്ങനൊരു മോളുള്ള കാര്യം തന്നെ നമ്മൾ ഇപ്പോഴാണ് അറിയണത്. പിന്നെ നിക്കാഹിന്റെ കാര്യം നമ്മൾ ഇന്നേരം വരെ ആലോചിച്ചിട്ടില്ല. ഇപ്പോ അതിന് പറ്റിയ സമയമല്ല. പിന്നെ നമ്മളെ ഉമ്മായോ മറ്റോ അങ്ങനെ വല്ലത് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇജ്ജ് വിഷമിക്കണ്ട. അനക്ക് പിടിച്ചാളത്തിനെ കെട്ടാൻ നമ്മൾ വഴിയുണ്ടാക്കാം. അപ്പൊ അറിയണമല്ലോ ഏതോനാ എന്റെ കൽപ്പില്. പറയ്. ആലി മുസ്ലിയാർ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കും. വള്ളുവമ്പ്രാധികാരി പേരാപ്രവൻ അയമൂട്ടി കേൾക്കുവോ? കേൾപ്പിക്കണോളൂ. പൂക്കോട്ടൊരു ബടക്കിയെ പീട്ടിച്ചെന്ന് പറയ്. സഹായത്തിന് ആള് വേണമെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കാം. ആലി മുസ്ലിയാരുടെ വാക്ക് തെറ്റിച്ച് വള്ളം പ്രാധികാരിയല്ല കളക്ടർ സാഹിബ് തന്നെ മുട്ടുമുളിയായിട്ട് വന്നാലും നമ്മൾ തടയും. കുഞ്ഞുമ്മാജിനോട് പറ, അയിന് പൂക്കോട്ടൂര് തന്നെ ആൺകുട്ടികളുണ്ട്.
മമ്മതും കൂട്ടരും നമ്മൾ തടഞ്ഞതാ. ധിക്കാരി മാറിപ്പോടാ. പിന്നെ നിങ്ങൾ വലിയ ജാതി നാട്ടിലെ പ്രമാണിയായിരിക്കും, ഇതിലിടപെടണ്ട. ഇത് ഞമ്മളെ കാര്യമാണ്, ഞമ്മള് ദീനിന്റെ കാര്യമാണ്. പുല്ലാര നേർച്ചയ്ക്ക് ഒരുത്തരങ്ങളെ മുട്ടിയോ വിളിച്ചോ പോയാല് അത്തളയും. നോക്കിക്കോ. നോക്ക്, അത് കുത്തും. എന്റെ കളിയൊന്നും അതിനോട് വേണ്ട. ഈ എന്തിനാ കടവത്തേക്ക് വന്നത്? നിങ്ങളോട് കൂട്ടം പറയാൻ. കൂട്ടം പറയാനാ? പിന്നെ നിങ്ങള് പറഞ്ഞ തിരൂരങ്ങാടിക്കാരൻ ലവ്കുട്ടിനെ ഞമ്മള് കണ്ടല്ലോ, വിഷയം പറഞ്ഞു. ഉറക്കത്തിലാ? പെണ്ണ് മോശമല്ലല്ലോ. നിക്കാഹ് കഴിയണേന് മുമ്പ് മാരനെ കിനാക്കാണാൻ തുടങ്ങിയ? അല്ലാന്ന്, മൂപ്പര് ഞമ്മള് നേരിട്ട് ജീവനോടെ കണ്ടു. അന്ന് രാത്രി കോൽക്കളി കാണാൻ ഞമ്മള് പൊരയിൽ വന്നില്ലേ? എന്നിട്ട് സമ്മതം തന്നിക്കണ്. വേറെ കെട്ടിക്കോളാൻ. വേറെ ആരെ? കിഴക്കേറുന്ന തമ്പ്രാൻകുട്ടിക്ക് നിങ്ങളോട് എന്തോ പറയണം. എന്തിനാ അയാളിങ്ങനെ കൂടെ കൂടെ നിങ്ങളെ കാണുന്നത്? അത് വേറെ. ഈ ആ മൂരികളൊന്നും നനച്ചിട്ട്. ഉമ്മ ഇങ്ങളെ കാണാണ്ട് ബേജാറായിരിക്കുക. ആശ നിക്ക്. ഇങ്ങനെയാണെങ്കിൽ ലാപ്പാനോട് മോളെ എന്റെ പുരയിലേക്ക് അയക്കണ്ടെന്ന് നമ്മൾ പറയും. എന്താ ഇക്കാക്ക? പുല്ലങ്കോട്ട് എസ്റ്റേറ്റിൽ മണ്ടിപ്പാഞ്ഞ് നടക്കാൻ ചേലിക്ക് ഇവിടെ പറ്റില്ല. എന്നുവെച്ചാ മക്കനിട്ട് നമ്മൾ പൊരന്റെ അത് കുത്തിയിരിക്കണു തന്നെ. അല്ലെങ്കിൽ ഈ ദേശക്കാര് ഭയക്കിടും. പൊക്കോ. പട്ടാളത്തിൽ നിന്ന് നിങ്ങളുടെ കൂടെ പിരിഞ്ഞ ഇവിടുത്തുകാരെ മുഴുവൻ അറിയൂ? കുറെ പേരൊക്കെ അറിയാം. അവരെ സംഘടിപ്പിക്കണം. ഏത് നിമിഷവും ഒരു സംഘടനം ഉണ്ടാവാൻ ഇടയുണ്ടെന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, അതിനുള്ള ഒരുക്കം രാജ്യം മുഴുവൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ ഇരുന്നുകൂടാ. ആയുധമാണ് അതിനാവശ്യം. ഞാൻ പറയുമ്പോ ഒന്നും വിസാരിക്കരുത്. പേടിച്ചിട്ടല്ല. കുഞ്ഞമ്മായി അറിയിക്കാതെ എനിക്ക് ഇലടിച്ചു തരാൻ പറ്റൂല. ആലോചിച്ചോളൂ. ഞാനിന്ന് താനൂർ വരെ ഒന്ന് പോവാണ്, എന്റെ ഒരു ബന്ധുവീട്ടിൽ. വന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. ആയിക്കോട്ടെ. ഇനി വീട്ടിലേക്ക് പോകാം. വേണ്ട,